സംഘമിത്രയുടെ ആത്മബന്ധുവുമായ ശ്രീ ഫ്രാൻസിസ് വലപ്പാടിന് ഒത്തിരി ഓർമ്മകളും അതിലേറെ ദുഃഖവും മനസ്സിൽ പേറിക്കൊണ്ട് ഞങ്ങൾ സ്മരണാഞ്ജലികൾ അർപ്പിക്കുന്നു. എക്കാലവും സംഘമിത്രയുടെ ഒരു നല്ല വഴികാട്ടിയായിരുന്ന അദ്ദേഹം ഞങ്ങളുടെ നിരവധി നാടകങ്ങളെ തൻ്റെ സംഗീത ഭാവനയുടെ മാന്ത്രിക സ്പർശം കൊണ്ട് അരങ്ങിൽ ഹൃദയാനുഭവമാക്കി മാറ്റിയിട്ടുണ്ട്. ഇനിയും സത്യം ഞാൻ ഇന്നറിഞ്ഞിടവേ ഒരു മാത്രയിൽ ചൊല്ലിതുമ്പി ഏതോ ഗാനമായി വിതുമ്പി. എൻ്റെ മുഖത്ത് നോക്കി സത്യം പറയുന്ന ഏക കലയാണ് നാടകം. ആ തിരിച്ചറിവുള്ള നാടകത്തെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നവരാണ് ഇവിടെ ഉള്ളവർ. 40 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ഒരു വിപ്ലവ പ്രസ്ഥാനമുണ്ടായിരുന്നു. അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലാണ് ഈ നാടകത്തിൻ്റെ കഥ ഉരുത്തിരിയുന്നത്. തലവെട്ടി കുന്തമുനയിൽ കുത്തി നിർത്തിയാൽ വിപ്ലവം വരുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു പറ്റം ചെറുപ്പക്കാർ. പക്ഷേ 10 പേരെ നമ്മൾ കൊന്നൊടുക്കുമ്പോൾ ഒരാൾ നമ്മളെ കൊല്ലാൻ കാത്തിരിക്കുന്നു. വാളെടുക്കുന്നവൻ വാളാലെ. വ്യത്യസ്തമായ ഈ പ്രതികാരത്തിൻ്റെ കഥ കാണുവാനും ചിന്തിക്കുവാനും നിങ്ങളുടെ മനസ്സും കണ്ണും കാതും എല്ലാം ഞങ്ങൾ കടം ചോദിക്കുകയാണ്. നിങ്ങളുടെ അനുഗ്രഹാശംസകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. കൊച്ചിൻ സംഘമിത്ര അവതരിപ്പിക്കുന്നു 7 സംസ്ഥാന അവാർഡുകൾ നേടിയ നാടകം ആശ്ചര്യ ചൂടാമണി. ഓർക്കുക, 1970-കൾ. ഏറനാടൻ ചുരങ്ങളിൽ വീശിയടിച്ച പൊടിമണലിൽ ക്ഷോഭത്തിന്റെ കനലുകൾ വാരിവിതറിയ ഒരു പറ്റം ക്ഷുഭിത യൗവനങ്ങൾ ആവേശത്തിന്റെ അഗ്നിജ്വാലയായി പടർന്നുയർന്ന കാലം. ഇന്ത്യൻ മഹാസമുദ്രത്തിനു മീതെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം ഉദിച്ചുയരുന്നതും കാത്ത് ചക്രവാളം വരെ നീണ്ട മുദ്രാവാക്യങ്ങളും ആകാശത്തോളം ഉയർന്ന മുഷ്ടികളുമായി അക്ഷമരായി ഉണർന്നിരുന്ന ചുവന്ന പൂക്കളുടെ കാലം. ഗ്രാമാന്തരങ്ങളിലേക്ക്, കാലത്തിൻ്റെ ഊടുവഴികളിലേക്ക് ചരിത്രത്തിൻ്റെ നിയോഗം പേറി പകയുടെ ചിലമ്പുകൾ ആഞ്ഞാഞ്ഞു വീശി പ്രത്യയ ശാസ്ത്രങ്ങളുടെ കുതിരപ്പുറത്തേറി കടന്നു വന്ന യൗവനങ്ങൾ കഴുകന്റെ രൂപമുള്ള തമ്പ്രാക്കട നേർക്ക് ചൂണ്ടാണി വരെ ചൂണ്ടി വിളിച്ചു പറഞ്ഞു സമത്വം, സ്വാതന്ത്ര്യം. 1975 ചുവന്ന സ്വപ്നങ്ങളെ പൂച്ചുവിലങ്ങണിയിച്ച ജനകീയ സർക്കാർ നാടുവാണ കാലം. തലകൊയ്ത വിപ്ലവ നേതാക്കൾ നിയമത്തിന് മുൻപിൽ മൊഴിമുട്ടി നിന്ന കാലം. കറുത്ത മക്കളുടെ ചോരച്ചാലുകളിൽ കരുപ്പിടിപ്പിച്ച വീരേതിഹാസങ്ങൾക്കെതിരെ പോരാടിയ സഖാവ് സൂര്യനാരായണൻ. പോലീസ് ഭീകരരുടെ ക്രൂരമർദ്ദനങ്ങൾ ഏൽക്കുമ്പോഴും ആകാശത്തേക്ക് ഉയർത്തിയ മുഷ്ടിയുമായി അയാൾ വിളിച്ചു പറഞ്ഞു, ബ്യൂറോക്രാറ്റിക്കൽ ചെന്നായ്ക്കളെ, 1000 പുത്തങ്ങാമ്പുകൾ പുതിയ പ്രഭാതത്തിന്റെ മണികൾക്കുമായി നിന്റെയൊക്കെ മണിമന്ദിരത്തിലേക്ക് പാഞ്ഞെത്തും. ചരിത്രത്തിന്റെ ചാവേർ പടയാളികൾ വീശിപ്പറത്തുന്ന കൊടുങ്കാറ്റിൽ നിങ്ങളുടെ സ്വപ്ന സിംഹാസനങ്ങൾ നിലംപൊത്തും. 1985 ശേഷം ചരിത്രത്തിൽ മാറ്റത്തിന്റെ നാന്ദിക്കായി ചോര ചെടിഞ്ഞ ധീര രക്തസാക്ഷികളെ, കാലങ്ങൾ കാത്തിരുന്ന് തല്ലിക്കൊഴിച്ച് പുതുവസന്തത്തിന് കാതോർത്തിരുന്നവരെ, പ്രിയപ്പെട്ട ചെമ്പൻ സ്വപ്നങ്ങളെ, മാപ്പ്, മാപ്പ്, മാപ്പ്.
അശാന്തിയുടെ കരിമ്പൂതങ്ങൾ സ്വപ്നങ്ങളിലൂടെ കടന്നു വന്ന ഹൃദയം തകർത്ത നാളുകൾ, മറവിക്കതീതമായി മനസ്സിൽ തെളിയുന്ന ചോരയിൽ എഴുതിയ ചിത്രങ്ങൾ. ആർക്കു വേണ്ടിയായിരുന്നു? ആർക്കു വേണ്ടി? കൊലപാതക കുറ്റത്തിന് 12 വർഷം ജയിലിൽ കിടന്നപ്പോ ഇവിടെ മറ്റുള്ളവരൊക്കെ രസി. കേവലക്കാരൻ വിപ്ലവമതിയാക്കി പാർട്ടി മാറി മന്ത്രിയായി. സദാശിവൻ നായർ കാശി വാരുന്ന വലിയ മുതലാളിയായി. സൂര്യനാരായണ കലവെട്ടി കുന്തമനയിൽ കുത്തി നിർത്തിയിട്ട് വിപ്ലവം ജയിച്ചോ സഖാവേ? നാട്ടിൽ മാറ്റങ്ങൾ വന്നോ സഖാവേ? വലിച്ചേട്ടാ, എനിക്ക് എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ എൻ്റെ ഉണ്ണിമായ? സൂര്യ, ഞാൻ തിരികെ വരുമ്പോൾ ഈ ഉമ്മറവാദക്കൽ എന്നെയും കാത്ത് ദൂരേക്ക് മിഴിയും നട്ട് കൊടുത്തി വെച്ച നിലവിളക്കുമായി എൻ്റെ ഉണ്ണിമായ ഉണ്ടായിരിക്കുമെന്ന് തോന്നി. പിന്നെ നെടുനാൾ നീണ്ട വിരഹത്തിൻ്റെ കണ്ണീർ കൊണ്ട് എൻ്റെ കൈത്തറം നനയ്ക്കുമെന്ന് മോഹിച്ചു. ചുമ്മാ മോഹിച്ചു പോയത്. ഉണ്ണിമായയുടെ ഓർമ്മയ്ക്കായി ഇവിടെ അവശേഷിക്കുന്നത് അവളുടെ ഒരു പെട്ടി മാത്രമാണ്. അത്രയെങ്കിലും ബാക്കിയുണ്ടല്ലോ. ഞാനിപ്പോൾ വരാം. നിനക്ക് ഞങ്ങളുടെ പാർട്ടിക്കാരും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നാലും സൂര്യേട്ടന്റെ പാർട്ടി എന്റെ പാർട്ടി. നീ നോക്കിക്കോ ഉണ്ണിമായെ, ഇംഗ്ലണ്ടിലെ സായിപ്പന്മാരും പിന്നെ കുറെ ഇന്ത്യൻ സായിപ്പന്മാരും കയറിയിരുന്ന കസാലയിൽ നമ്മുടെ ചാത്തമ്പുരയും കയറിയിരിക്കും. പിന്നെ ഞാനും നീയും അവരും ഒക്കെ ഒരുപോലെ. അന്ന് ഈ സൂര്യനാരായണൻ സന്തോഷം സഹിക്കവയ്യാതെ ഭൂമിക്ക് മുകളിൽ കയറി നാർത്ത് വിളിച്ചു പറയും. എന്താന്ന്? മറക്കില്ല, മറക്കാൻ പറ്റില്ല. അധികാരം കയ്യെ കിട്ടിയപ്പോ എല്ലാരും എങ്ങളെ മറന്നോ? തെറ്റുപറ്റിപ്പോയി. തെറ്റുപറ്റിയെങ്കിൽ എന്റെ മോൻ കറമ്പ രക്തസാക്ഷിയായത് എന്തിനാ തമ്പ്ര? എന്റെ മോനെ കുരുതിക്ക് കൊടുത്തത് എന്തിനാ തമ്പ്ര? ഈ കാണുന്ന വയലെല്ലാം എങ്കിടേതാകുന്നും പറഞ്ഞു എങ്ങളെ കൊതി പിടിപ്പിച്ചത് എന്തിനാ തമ്പ്ര? എന്തിനാ തമ്പ്ര ഈ പാവങ്ങളാണ് കള്ളം പറഞ്ഞത്? കൊച്ചിൻ സംഘമിത്ര അവതരിപ്പിക്കുന്നു ആശ്ചര്യ ചൂടാമണി. നാടകരചന സുനിൽ കെ ആനന്ദ്.
രംഗപടം ആർട്ടിസ്റ്റ് സുജാതൻ. റെക്കോർഡിംഗ് രാമു രാഗമാലിക ഇടപ്പള്ളി. സംവിധാനം സതീഷ് സംഘമിത്ര. പിന്നെ ഈ തമിഴ് മുനികളുടെ ഷേപ്പുള്ള രണ്ട് പെണ്ണുങ്ങളെ അരികിൽ കൊണ്ടുവരുന്നത് അവരെ മാറ്റി. അതേ പ്രഭാകരൻ വരുന്ന കംപ്ലീറ്റ് ആൾക്കാരെ സ്ഥലം കാലിയാക്കി. പോലീസോ കൊള്ള. ഗ്രൗണ്ടിലും പത്രോഫീസിനകത്തും ആടിക്കോട്ടത്തിലും നിറച്ച് പോലീസാ. ഓർക്ക് ഇഷ്ടം പോലെ ഇല്ലയോ. പിന്നെ ചിലതിലൊന്നും ഉണ്ടയില്ല കേട്ടോ. ശരി സാർ. കാഞ്ഞു പോയി കാണുമെന്ന് കരുതിയില്ലയോ? ഈ പൈലിക്കുഞ്ഞ് അങ്ങനെ പെട്ടെന്നൊന്നും ജാകത്തില്ല കുഞ്ഞേ. അല്ലടേ, നീ ജയിച്ചെമ്മല്ലേ പിന്നെ ഇന്നാണല്ലോടെ കാണുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? തിരുവനന്തപുരത്തൊക്കെ ഇപ്പോഴും സൂര്യൻ പടിഞ്ഞാറ് തന്നെ അങ്ങോട്ട് ഉദിക്കുന്നു. എന്നാ പറയാനാ, രാഷ്ട്രീയം വേണ്ടെന്ന് തോന്നിപ്പോളൂ. എല്ലാവർക്കും ഒറ്റ പരാതിയുള്ളൂ, ഞാൻ ഇങ്ങോട്ടൊന്നും വരുന്നില്ലെന്ന് കേട്ടോ. നീ ഇങ്ങോട്ട് വരുന്നില്ലെന്നുള്ളത് തന്നെ ഇവിടുത്തെ നാട്ടുകാരോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം. നീ ഉണ്ടായിരുന്നപ്പോ 14 മുതൽ മേപ്പോട്ട് പ്രായമുള്ള പെങ്കൊച്ചുങ്ങൾക്കൊന്നും ധൈര്യമായിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ലായിരുന്നു. അതൊക്കെ പോട്ടെ, ഇവിടുത്തെ സെക്യൂരിറ്റി ഒക്കെ ശക്തമാണല്ലോ. പിന്നെ എന്തിനാ നീലാംബര ഇത്ര വലിയ സന്നാഹം? എന്തിനാണെന്നോ? തീവ്രവാദികൾ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. നീ എന്തിനാണ് എന്നെ തപ്പുന്നത്? ബെൽറ്റ് ബോംബുണ്ടോ നോക്കിയതാ. നീ തപ്പി തപ്പി അപ്പാപ്പന്റെ കുഴമ്പ് മുപ്പി പൊട്ടിക്കല്ലേ. അപ്പാപ്പ, ഈ സൂര്യനാരായണൻ 12 വർഷം ജയിൽ ജീവിതം കഴിഞ്ഞു. 5 വർഷം മുമ്പ് ഈ പത്രം തുടങ്ങിയത് എങ്ങനെ? ഇതിനുള്ള പണം എവിടുന്ന് കിട്ടി? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നില്ലേ? ഡെൻമാർക്കിൽ ചീഞ്ഞു നാറുന്നതിന് നിനക്കെന്താ നീലാംബര? വേണ്ടാത്ത കാര്യത്തിൽ തലയിട്ടാ ചെയ്യുന്നത് നീയായിരിക്കും. പിന്നെ നാറെന്ന് പേടിക്കണം. അതെന്താ? നീ പണ്ടേ നാറിയാണ്. എങ്ങനുണ്ട് ഞങ്ങളുടെ ഭരണം? ഒന്നാന്തരം ഭരണമല്ലേ. നാളെ കശാപ്പെന്ന് മുതുകത്ത് എഴുതി വെച്ചിരിക്കുന്ന അറവുമാരനോട് മറ്റെന്നാ പിണ്ണാക്ക് വേണോ, വൈക്കോല് വേണോ, കൊലക്കേട മൂട് വേണോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ നിന്റെ ചോദ്യം. അല്ലേലും വയലു മാപ്പിള ഇങ്ങനെ പറയും. പണ്ട് 2 വർഷം സൂര്യനാരായണനെ ഒളിവിലിരുത്തി ഇസം പഠിച്ചു പോയില്ലേ? പിന്നെ പറഞ്ഞിട്ടും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. കിനാക്കണ്ടത്തിലെ പൈലിക്കുഞ്ഞിന് ഒരു ഇസമയുള്ള MLA കുഞ്ഞെ കുരിശുമരണം ഭരിച്ച ഒരു വലിയ നന്മയുണ്ട്. ആ നന്മയുടെ ഇസം. അപ്പൊ പിന്നെ ഞങ്ങളുടെ പാർട്ടിയിലല്ലേ ചേരേണ്ടത്? തരട്ടെ. എന്തുവാ മെമ്പർഷിപ്പ്? നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. എനിക്കൊരു പാർട്ടിയും ചുക്കും ചുണ്ടാകുമ്പോന്നും വേണ്ട. സത്യവേദ പുസ്തകം കയ്യിൽ നിന്നും നെഞ്ചിൽ നിന്നും മാറ്റാത്തോണ്ടാവും നിന്നെയൊക്കെ കാണുമ്പോ എനിക്ക് സാത്താനെ നേരിട്ട് കാണാൻ കഴിയും. അല്ല, ഈ സാത്താൻ ഏത് മണ്ഡലത്തിൽ MLA? ഏത് പാർട്ടി? ഞാൻ കേട്ടിട്ടില്ല. നിന്നെ തന്നെയാ ഉദ്ദേശിച്ചത്. നിന്നെ ഇപ്പൊ നാട്ടുകാർ അങ്ങനെ തന്നെയാ വിളിക്കുന്നത്. ഊത്താണല്ലേ? അല്ല, തകില്. അത് മന്ത്രി വരട്ടെ, തകിലടിക്കാൻ സമയം വരുമ്പോ നീ അങ്ങ് അടിച്ചാ മതി. ഈ പാർട്ടിയില്ല എന്ന് പറയുന്ന വയലു മക്കൾ ഉൾപ്പെടെ ഇലക്ഷൻ വരുമ്പോ പോളിംഗ് ബൂത്തിൽ പോയി ക്യൂ നിൽക്കുമല്ലോ വോട്ട് ചേർത്താൻ. പാർട്ടി ഇല്ലാഞ്ഞിട്ടാണ് വോട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി പൈലിക്കുഞ്ഞ് വോട്ട് ചെയ്യാൻ പോവാറേ. നന്നായി. പിന്നെ ഈ കഴിഞ്ഞ ഇലക്ഷൻ പൈലിയുടെ മനസ്സിറക്കാൻ കുറച്ചു പേര് വന്നു. കോൺഗ്രസ്സുകാർ പറഞ്ഞു, പൈലിയെ കൈപ്പത്തിക്ക് കുത്ത്. നമ്മൾ ക്രിസ്ത്യാനികളുടെ പാർട്ടി കോൺഗ്രസ്സാ. കൈപ്പത്തി എന്ന് വെച്ചാൽ ഈശോമിശിഹായുടെ കൈപ്പത്തിയാണ്. കമ്മ്യൂണിസ്റ്റുകാർ വിടുമോ? അവര് പറഞ്ഞ അരിവാളെന്ന് വെച്ചാൽ കന്യാമറിയം കൊയ്യാൻ കൊണ്ടുപോയ അരിവാളാണ്. ചുറ്റി ഔസേപ്പ് പിതാവിന്റെ പണിയായുധമാണ്. നക്ഷത്രം ഉണ്ണീശോയുടെ തിരുപ്പറവി അറിയിക്കാൻ മാനത്തുദിച്ച നക്ഷത്രമാണ്. കർത്താവും താമരയും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് മൂന്നാമത്തവർ വന്നില്ല. വോട്ട് ചെയ്യാത്തത് ജനാധിപത്യത്തെ ധിക്കരിക്കലാണ്. വോട്ട് ചെയ്യും നീലാംബര. വിരല് കൊണ്ട് മാത്രമല്ല, ഹൃദയം കൊണ്ടും പൈലിക്കുഞ്ഞ് വോട്ട് ചെയ്യും. എന്റെ സൂര്യന് തീക്കട്ടയുടെ അടുത്താണോ നീലാംബര നീ തീപ്പട്ടി വരച്ച് പേടിപ്പിക്കാൻ പറ്റും? നിനക്ക്
തെളിവും ഇല്ലാതായോ? കഷ്ടം. വോട്ട് ചെയ്യാത്തവനൊക്കെ തൂക്കിക്കൊല്ലാൻ നിയമം ആ, കൊണ്ടുവരണം. അത് വേണം. വോട്ട് ചെയ്തവരെ ഇങ്ങനെ ശിക്ഷിക്കുമ്പോ ചെയ്യാത്തവരെ കുറഞ്ഞ പക്ഷം തൂക്കിക്കൊല്ലുകയെങ്കിലും വേണം. മന്ത്രി എത്തി. ഡിയർ ഫ്രണ്ട്സ്, വിശിഷ്ടാതിഥികൾ എത്തിക്കഴിഞ്ഞു. എല്ലാ സഹൃദയരും ഈ ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് കടന്നിരിക്കുവാൻ വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ഹോം മിനിസ്റ്റർ ശ്രീ തേവലക്കാടൻ, ലേബർ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ശ്രീ കേശവൻകുട്ടി, പ്രശസ്ത കവയിത്രി അരുന്ധതി മേനോൻ എന്നിവരെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യട്ടെ. ബഹുമാന്യരെ, മുഖം ദിനപത്രത്തിന്റെ 5ാമത് വാർഷികം ഉജ്ജ്വലമാക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ സഹൃദയർക്കും സ്വാഗതം. 5 വർഷങ്ങൾക്കപ്പുറത്ത് ചെറിയൊരു പ്രസ്ഥാനമായി ആരംഭിച്ച മുഖപത്രം ഇന്ന് സംസ്ഥാനത്തെ ജനകീയ പത്രമാക്കി വളർത്തിയത് ഈ നാട്ടിലെ പ്രബുദ്ധതയാർന്ന ജനകോടികളാണ്. അവരുടെ നന്മ നിറഞ്ഞ മനസ്സുകൾക്ക് ഞങ്ങളുടെ ആത്മഹർഷം നിറഞ്ഞ സ്വാഗതം. വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട ഹോം മിനിസ്റ്റർ ശ്രീ തേവലക്കാടിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യ സുഹൃത്തുക്കളെ, വളരെ വികാരം തുടിക്കുന്ന ഒരു വേളയാണിത്. സൂര്യനാരായണൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. 10-20 വർഷങ്ങൾക്ക് മുൻപ് വയനാടൻ മലയോരങ്ങളിൽ സമത്വസുന്ദരമായ ലോകം കെട്ടിപ്പടുക്കുവാൻ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചവരാണ് ഞങ്ങൾ. ഒക്കെയും തെറ്റായിരുന്നുവെന്ന് പിന്നീട് മനസ്സിലായി. സൂര്യനാരായണൻ രാഷ്ട്രീയ കൊലക്കുറ്റത്തിന് 12 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു. 5 വർഷങ്ങൾക്ക് മുൻപ് എല്ലാ പഴങ്കഥകളും മറന്ന് അദ്ദേഹം നമുക്കിടയിലെത്തി പത്രം തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഒത്തുചേരുന്ന ഈ വേളയിൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഞാൻ ഈ വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ചീഫ് എഡിറ്റർ ശ്രീ സൂര്യനാരായണൻ സംസാരിക്കുന്നു. എനിക്ക് ഏറെ പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിലെ എത്രയോ ധന്യമായ വേളയാണ്. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ തേവലക്കാട്, അദ്ദേഹം എനിക്ക് വക്കച്ചനാണ്. എൻ്റെ വക്കച്ചൻ പറഞ്ഞുവല്ലോ, ഞാൻ എല്ലാം മറന്നുവെന്ന്. ഒന്നും മറന്നിട്ടില്ല, മറക്കാൻ പറ്റില്ല. 5 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ജയിലിൽ നിന്നും വിമോചിതനായപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ 35 വർഷക്കാലത്തെ ജീവിതത്തിൻ്റെ ബാക്കി പത്രം എടുത്തു നോക്കി. സങ്കലനങ്ങളും വ്യവകലനങ്ങളും ചേർന്ന സമവാക്യങ്ങൾക്കൊടുവിൽ ലഭിച്ചത് ഒരു പൂജ്യമായിരുന്നു. വട്ടപൂജ്യം. ജന്മിക്കൂട്ടത്തിന്റെ മൊട്ടത്തല വെട്ടി കുന്തമനിയിൽ കുത്തി നിർത്തിയാൽ വിപ്ലവം വരുമെന്നായിരുന്നല്ലോ വിശ്വാസം. വന്നില്ല. വരില്ല എന്ന ബോധം തലയിൽ കയറിയപ്പോൾ എനിക്ക് എൻ്റെ ജീവിതം സ്നേഹമയ്യായ ഉണ്ണിമായ എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. ജന്മിക്കൂട്ടത്തിന്റെ സ്വത്തുക്കൾ കൊള്ളയടിച്ച സഹപ്രവർത്തകർ വിപ്ലവം മതിയാക്കി മണിമന്ദിരങ്ങൾ പണിത് സുഖിച്ചു വാഴുമ്പോൾ ഞാൻ ഇരുട്ടറയ്ക്കുള്ളിൽ തനിയെ ദിനരാത്രങ്ങൾ കുഴിക്കുകയായിരുന്നു. ഈ നീണ്ട ജീവിതത്തിനിടയിൽ എനിക്ക് കടപ്പാട് ഒരാളോട് മാത്രം. ഈ പത്രം തുടങ്ങാൻ എന്നെ സാമ്പത്തികമായി സഹായിച്ച എൻ്റെ അജ്ഞാതനായ സുഹൃത്തിനോട്. ഈ ജനക്കൂട്ടത്തിനിടയിൽ ഏതെങ്കിലും ഒരു കോണിൽ എൻ്റെ അജ്ഞാതനായ സുഹൃത്തുണ്ടായിരിക്കും എന്ന് ഞാൻ വൃഥാ മോഹിക്കട്ടെ. എൻ്റെ വളർച്ചയ്ക്ക് പാത വെട്ടി ഒരുക്കി തന്ന എല്ലാ നല്ല മനസ്സുകൾക്കും നന്ദി. അടുത്തതായി പ്രശസ്ത കവയിത്രി അരുന്ധതി മേനോൻ ശ്രീ സൂര്യനാരായണനെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പൊന്നാടി അണിയിക്കുന്നു. ഒന്ന് ചോദിക്ക
കാലഘട്ടം മുഴുവൻ വിപ്ലവം സ്വപ്നം കണ്ട് ക്ഷോഭിച്ച യുവത്വത്തിന്റെ പ്രതിരൂപമായി മാറിയ ശ്രീ സൂര്യനാരായണനെ പൊന്നാടയണിയിക്കുവാൻ ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ ആഹ്ലാദിക്കുന്നു. ഒരുപക്ഷെ ഇതിനേറെ അർഹ ഞാൻ തന്നെയായിരിക്കും. കാരണം പണ്ട് ശ്രീ സൂര്യനാരായണനും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ തേവലക്കാടിനും ശ്രീ സദാശിവൻ നായരും ചേർന്ന് മുനിയൻ കുന്നിൽ തലവെട്ടി കുന്തത്തിൽ വെച്ച ഭാസ്കരക്കുറുപ്പെന്ന ജന്മിയെ ആരും മറന്നിട്ടുണ്ടാവില്ല. ആ ഭാസ്കരക്കുറുപ്പിന്റെ ഒരേ ഒരു മകളാണ് ഞാൻ. കുറച്ച് അങ്ങോട്ടോ കുറച്ച് ഇങ്ങോട്ടോ മാറി നിൽക്ക്. ചുമ്മാ വാറ്റ് കൊടുത്തിട്ട് വല്യപ്പന് തേരാ പാലം നടന്നാ മതി. ചീഫാക്ക് വല്ലാത്തൊരു ഭാവത്തില. അറിയാമോ അറിയാമോ, ശരിയില്ല, വർത്തമാനമില്ല, പുറത്തേക്കൊന്നും ഇറങ്ങുന്ന പോലും ഇല്ല. നിനക്കെന്താ? എനിക്ക് പോരട്ടെ, സൂര്യന്റെ കാര്യത്തിൽ നിനക്കെന്താ ഇത്ര വലിയ ദണ്ണം? ഞാൻ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ? അത്രയല്ലേ ഉള്ളു ബന്ധം. എന്നാലേ എനിക്കില്ലാത്ത സങ്കടമൊന്നും നിനക്ക് വേണ്ട. അത് ശരി. ഇപ്പൊ തനിനിറം വെളി വന്ന കണ്ടോ? പാവം, ഇന്നലെ അത്താഴം കഴിച്ചിട്ടില്ല. രാവിലെ കൊണ്ടുവച്ച് ചായയൊക്കെ ആര് തണുത്തിരിക്കുക. ഒന്നും മിണ്ടാതെയുള്ള ഇരിപ്പ് കണ്ട ആരും സഹിക്കില്ല. അത്ര പെട്ടെന്നൊന്നും പാടുന്ന മനസ്സല്ല സൂര്യന്റേത്. 2 കൊല്ലം ഒളിവിലിരുത്തി ഊട്ടി ഉറക്കിയതല്ലേ ഈ പൈലിക്കുഞ്ഞ്. ഒടുവിൽ എന്റെ പെരേന്ന് പോലീസുകാർ പിടികൂടി മുറ്റത്തിട്ട് തല്ലിച്ചതച്ചപ്പോഴും മുഖത്തൊരു പേശി പോലും ചലിച്ചിട്ടില്ല, ഒന്നും നിലവിളിച്ചിട്ടില്ല. ആ കവിത എഴുതുന്ന താടക ഇന്നലെ സ്റ്റേജിൽ കയറി ഏതാണ്ട് എഴുന്നള്ളിച്ചപ്പോ തുടങ്ങിയതാ. ഓ, ആന്ധ്രാരി. ആന്ധ്രാരി അല്ല, അരുന്താരി. ആന്ധ്രാരി അല്ല, അരുന്താരി അല്ല. അല്ലേ പിന്നെ ആരാ? അരുന്ധതി. അതന്നെ ഞാൻ പറഞ്ഞത്. അരുന്ധതി. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവർക്കൊക്കെ എങ്ങനെയാ കവിത എഴുതാൻ പറ്റും? എന്റെ പൊന്നു മോളെ, ആർക്കും ഒരു കവിത എഴുതാൻ പറ്റും. ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ കവിത. കേൾക്കണോ? അങ്ങനെ പ്രോത്സാഹിപ്പിക്കും. 14 മക്കളെ തീർത്തൊരപ്പ, നിന്റെ മക്കളിൽ ഞാനാണ് കാലൻ. തന്റെ കൊലവള്ളി മൊത്തം പറിച്ചെടുക്കും, തന്റെ അണ്ണാക്കിലാസിട്ടൊഴിച്ചു തരും. തന്റെ അഗ്നികോണിൽ നിന്ന് ബീഡി കത്തിച്ച് ഞാന് വീശും പുക, ഞാന് തുപ്പും പുക. നിർത്തി. ഇത് കവിതയല്ല. അല്ല, ഓസ് കവിത.
കവിതയാ. ഓസ് വല്യപ്പൻ എഴുതിയാ പിന്നെ ഓസ് കവിതയല്ലേ വരൂ. പൂവന്മാരുടെ ചോട്ടിൽ പാളയം കൂടെ കളിക്കുമോ മോളെ? എങ്ങനെയാ ചീഫിന്റെ വിഷമം ഒന്ന് മാറ്റുന്നേ? മോള് വിഷമിക്കണ്ട. മോള് വിചാരിച്ചാ സൂര്യന്റെ എല്ലാ വിഷമവും മാറും. എങ്ങനെ? മോള് ധൈര്യമായിട്ട് എന്ന് വിളിച്ച് നിർബന്ധിച്ച് ആഹാരം കഴിപ്പിക്കേ. ചീഫ് ദേഷ്യപ്പെട്ടാലോ? ദേഷ്യമോ? ഞാനിവിടെ ഉള്ളപ്പോഴും അവരിപ്പോഴും എന്നെ പേടിയാ. അതെ. എന്റെ മുന്നിൽ വന്നൊന്നും നിവർന്നു നിൽക്കത്തില്ല. എനിക്കറിയാം ചീഫ് എന്തിനാ വിഷമത്തിലായെന്ന്. എനിക്ക് വിഷമമൊന്നുമില്ലല്ലോ. എനിക്ക് അറിഞ്ഞൂടെ ചീഫിനെ? മനസ്സ് വേദനിക്കാൻ കാരണം എന്താണെന്ന് ഞാൻ പറയട്ടെ. അരുന്ധതിമേ ശരിയല്ലേ? എനിക്കറിയാം ആ വാർഷികം കഴിഞ്ഞ് പിന്നെ ചീഫ് മൂഡ് ഔട്ട് ആയത് അത്രയ്ക്ക് ഗുണം ചെയ്തു. അക്കാര്യം ഭൂതം ക്ഷമിക്കണോ സാർ? ജോലിത്തിരിക്കലാവും സൂര്യനാരായണൻ. എനിക്ക് അല്പം സംസാരിക്കാനുണ്ടായിരുന്നു. മുഖവര് കൂടാതെ അവതരിപ്പിക്കാം. കേൾക്കുമ്പോ സൂര്യനാരായണന് തമാശയായി തോന്നും. ആർക്കും അങ്ങനെ തോന്നും. എനിക്ക് മുഖപത്രത്തിൽ ഒരു ജോലി തരപ്പെടുത്തി തന്നാൽ വളരെ ഉപകാരമായിരുന്നു. പറയാൻ വരുന്നത് എന്താണെന്ന് എനിക്കറിയാം. പ്രശസ്തയായ ഒരു കവയത്രി ഇത്ര ഗതികേടിലായി പോയോ എന്ന്. അതെ, വർഷത്തിൽ 2-3 കവിത എഴുതുമ്പോ പത്രാധിപന്മാർ വലിച്ചെറിഞ്ഞു വരുന്ന നക്കാപ്പിച്ച കൊണ്ട് പുലർത്താനാവുമോ ഒരു കുടുംബം? ഈ ചോദ്യം സൂര്യനാരായണൻ തന്നെ ചോദിക്കണം. ആകെയുള്ളത് അമ്മ മാത്രം, രോഗിയായ അമ്മ. വിപ്ലവം ജയിപ്പിക്കാൻ എൻ്റെ അച്ഛനെ കുന്തത്തിൽ കുത്തിക്കൊന്ന് മുതലും കൊള്ളയടിച്ച് നിങ്ങൾ സ്ഥലം വിട്ടപ്പോ ഞാനും അമ്മയും തനിച്ചായി. അച്ഛൻ മരിച്ച് സന്തോഷിക്കാൻ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. കൊടും ഭ്രാന്ത്. ചങ്ങലയിൽ പൂട്ടപ്പെട്ട് ഇരുണ്ട മുറിക്കുള്ളിൽ പൂട്ടിച്ചിരിച്ചും കരഞ്ഞും പുലമ്പിയും അമ്മ ദിനരാത്രങ്ങൾ കൊഴിക്കും. സൂര്യനാരായണൻ അറിയുമോ എന്റെ അച്ഛൻ എത്ര പാവമായിരുന്നു? സ്നേഹം കൊണ്ട് തുലാഭാരം നടത്തുന്ന ആർദ്രമായ മനസ്സിന്റെ ഇരുണ്ട വാതായങ്ങൾ, വെളിച്ചത്തിന്റെ നുള്ളച്ചീളുകളുമായി എത്തുന്ന ഓർമ്മകൾ. ആ സ്വപ്നം വേഗം തട്ടിയെടുത്തു നിങ്ങൾ. എന്ത് നേടി സൂര്യനാരായണൻ? മാറ്റം വന്നുവോ? സ്വന്തം മകളെ ഇത്രയധികം സ്നേഹിക്കാൻ കഴിഞ്ഞ നിങ്ങളുടെ അച്ഛന് മറ്റുള്ള പാവങ്ങളെ ദ്രോഹിക്കാതിരിക്കെങ്കിലും ചെയ്യാമായിരുന്നു. ഏതായാലും നിങ്ങളുടെ അച്ഛൻ്റെ മരണത്തിൽ എനിക്ക് തെല്ലും കുറ്റബോധമില്ല. പക്ഷേ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് ദുഃഖമുണ്ട്. നിങ്ങൾക്ക് എന്നോട് പകയില്ലേ അരുന്ധതി മേനോൻ? ഒരിക്കലുമില്ല. സഹതാപം മാത്രം. നിങ്ങളോട് മാത്രമല്ല, വെളിച്ചമെന്ന് കരുതി പറന്നെടുത്ത് തീയിൽ വീണ് പൊലിഞ്ഞ ചൂപ്പിത്ത യൗവനങ്ങളോടാകെ എനിക്ക് സഹതാപം. പ്രായശ്ചിത്തം ചെയ്താൽ തീരുന്ന പാപക്കറയല്ലോ എന്റെ വിരലുകളിൽ. എങ്കിലും ഒരിച്ചു കുടിലായിക്കോട്ടെ. അരുന്ധതി മേനോന, നാളെ മുതൽ മുഖപത്രത്തിന്റെ സബ് എഡിറ്ററായി ജോലി നോക്കാം. പോരുമ്പോൾ രാഹുകാലം നോക്കാൻ മറക്കണ്ട. രാഹുകാലം നോക്കാതെ വിപ്ലവം നടത്തിയതാണ് ഞങ്ങൾക്ക് പറ്റിപ്പോയ ആന മണ്ടത്ത്. ഒരു സ്വകാര്യം ചോദിച്ചാൽ വിരോധം തോന്നുമോ? ഒരിക്കലുമില്ല. കഴിഞ്ഞതല്ല ഇത്ര വേഗം മറക്കാൻ കഴിഞ്ഞു. മറക്കാതെ എന്ത് ചെയ്യും? വിപ്ലവത്തിന്റെ മന്ത്രം ചുണ്ടിലേക്ക് ഏറനാടൻ മലനിരകളിൽ ഒന്നിച്ചലഞ്ഞ സൂര്യനാരായണനും തേവലക്കാടനും സദാശിവൻ നായരും വസന്തത്തിന്റെ ഇട്ടിമുഴക്കമായി കടന്നു വന്ന യുവ കേസരികൾ ഒരു രാത്രി തലയ്ക്ക് 25,000 രൂപ വിലയുള്ള സൂര്യനാരായണൻ എന്ന സഹപ്രവർത്തകനെ തേവലക്കാട് ഒറ്റക്കൊടുക്കുന്നു. അങ്ങനെ എന്റെ വിപ്ലവം സെൻട്രൽ ജയിലിലേക്ക് വരുന്നു. സൂര്യനാരായണന്റെ കാരാഗ്രഹത്തിനുള്ളിലെ കൈപ്പേറിയ ജീവിതം ലഭിച്ചപ്പോൾ തേവലക്കാടൻ രാഷ്ട്രീയത്തിൽ പടവുകൾ കയറി. ആഭ്യന്തരമന്ത്രി പദത്തോളം വരെ ഉയർന്ന വളർച്ച. എന്നിട്ടും എല്ലാം മറക്കാൻ കഴിയുക എന്ന വലിയ മഹത്വം നിങ്ങൾക്ക് ലഭിച്ചുവല്ലോ. ഓർന്നില്ല, ഞാൻ അറസ്റ്റിലായ ആ രാത്രി തന്നെയാണ് തേവലക്കാടൻ വക്കച്ചൻ എന്റെ എല്ലാമെല്ലാമായ ഉണ്ണിമായ ബലാത്സംഗം ചെയ്ത് കൊന്നത്. എല്ലാ സുഖങ്ങളും വിട്ടതിന് എന്റെ പിന്നാലെ ഇറങ്ങി വന്ന ഉണ്ണിമായെ അന്നോളം ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച ചെമ്പതാക വായിലേക്ക് തള്ളിക്കയറ്റി നിശബ്ദയാക്കി തേവലക്കാടൻ മതിവരോട് ഉപയോഗിച്ചു. അങ്ങനെ തേവലക്കാടന്റെ വിപ്ലവം വിജയിച്ചു. അയ്യേ, ഞാനെന്തൊരു മനുഷ്യനാണ്. എന്റെ പൈങ്കിളിക്കഥ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിച്ചു അല്ലേ? അടുത്തൊരു പേരോട് എനിക്കൊരു സഹായം ചെയ്തു തരണം. അയ്യോ, മറ്റൊന്നുമല്ല, ഈ താഴെ വീണ് കിടക്കുന്ന ഊന്നുപടി ഒന്നെടുത്ത് 4 ഉപകാരമായിരുന്നു. ജന്മിത്വത്തിന്റെ മുമ്പിൽ
ഒരിക്കലും നട്ടൽ വളയ്ക്കില്ലെന്നായിരുന്നു എന്റെ പ്രതിജ്ഞ. ലോകത്താരുടെ മുമ്പിലും സൂര്യനാരായണൻ നട്ടൽ വളയ്ക്കാൻ പാടില്ല എന്ന് നമ്മുടെ നിയമപാലകരും ശപഥം ചെയ്തു. അവർ ഇട്ടിച്ചെന്റെ നട്ടൽ ഇങ്ങനെയാക്കി. എനിക്കിപ്പോ കുനിയാൻ പാടില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളോട് നന്ദി പറയും. ഒന്ന് ചോദിക്കട്ടെ, രണ്ട് ചോദിക്കട്ടെ, നിങ്ങൾക്കറിയുമോ കാനന ചോലയില്ലാടുമക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ കൂടെ കൂടെ. ഇത് പറ്റി വെറുതെ ഇരുന്നപ്പോ ഞാൻ എഴുതിയ ഒരു കവിതയാ. എങ്ങനെയുണ്ട്? കൊള്ളാം, വളരെ നന്നായിരിക്കുന്നു. താങ്ക് യു. സത്യത്തിൽ ഞാൻ ഒരു എഴുത്തുകാരനാകേണ്ടതായിരുന്നു മോളെ. ഒരുപാട് ആമാശയങ്ങൾ എന്റെ വയറ്റിലുണ്ടായിരുന്നു. ഒന്നും പുറത്തോട്ട് വന്നില്ല. അയ്യോ സാരമില്ല, വരും, വരാതിരിക്കില്ല. വന്നാ മതി. ആ ഒറ്റ പ്രതീക്ഷയിലാണ് ഞാൻ ജീവിക്കുന്നത്. വല്ലപ്പോഴും എനിക്കൊരു സഹായം ചെയ്യുമോ? സ്ത്രീജനങ്ങൾക്ക് സഹായം ചെയ്യുന്ന പണി പണ്ടേ ഞാൻ നിർത്തി. ഇത് കണ്ടോ, പെടലി പുറകോട്ട് തിരിക്കാൻ വയ്യ. സഹായം ചെയ്യാൻ പോയതാ. എന്ത് സഹായം? അങ്ങനെ പ്രോത്സാഹിപ്പിച്ച്. പണ്ട് ഞാൻ ഇടുക്കിയിലായിരുന്ന കാലഘട്ടം അയൽവക്കത്തെ അവറാന്റെ വീട്ടിൽ പോയിരിക്കുവായിരുന്നു. വെറുതെ ചുമ്മാ. ഒരു ദിവസം അവറാന്റെ ഭാര്യ തങ്കമ്മ തൊഴുത്തിലിരുന്ന് ചാണകം വാരുന്നു. ഞാൻ തൊട്ടപ്പുറത്തിരുന്ന് പത്രം വായിക്കുന്നു. ഞാൻ തങ്കമ്മയെ ശ്രദ്ധിച്ചേ ഇല്ല. പെട്ടെന്നൊരു കൊതുക് പൂന്ന് ശബ്ദം ഉണ്ടാക്കി പറഞ്ഞു വന്ന് തങ്കമ്മയുടെ വയറ്റത്തൊരു കുത്ത്. തങ്കമ്മയുടെ രണ്ട് കയ്യിലും ചാണകം. തങ്കമ്മ തുറച്ചില് കൊണ്ട് ഞെളിവിന് കൊള്ളുക. നോക്കോണേ എന്റെ ഒരു നല്ല മനസ്സ്. ഞാൻ എന്റെ ആ നല്ല മനസ്സുകൊണ്ട് എഴുന്നേറ്റ് ചെന്ന് തങ്കമ്മയുടെ വയറ്റത്തൊന്ന് ചൊറിഞ്ഞു കൊടുത്തു. സത്യം പറയാമല്ലോ മോളെ, തങ്കമ്മയ്ക്ക് എന്റെ ആ നല്ല മനസ്സ് ശരിക്കും സുഖിച്ചു പോയി. പക്ഷെ അവിടെ കെട്ടിയോൻ അവരാനും സുഖിച്ചില്ല. അവൻ ആ തൊഴുത്തിലെ ചാണകം മുഴുവൻ എന്നെ കൊണ്ട് തീറ്റിച്ചു. സത്യത്തിൽ ആ ചാണകത്തിന്റെ രുചി ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ആള് കൊള്ളാമല്ല. പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം എന്ന് എഴുതിയവനെ ഒലക്കടിക്കണം. ആ പുണ്യവും പാപം എടുത്ത് കളഞ്ഞിട്ട് പരോപകാരം പരപീഡനം എന്നാണ്. അതുകൊണ്ട് കവിത എഴുതുന്ന മോളെ സഹായം ചെയ്യാൻ മനസ്സില്ലാഞ്ഞിട്ടല്ല. ഞാനും ചാണകം തീറ്റിക്കുന്നു പേടിച്ചിട്ടായിരിക്കും. പേടിക്കണ്ട, ഞാൻ തീയെ തീറ്റിക്കും. തീ മാത്രം. അങ്ങോട്ട് ഓടിപ്പാഞ്ഞ് എന്നിട്ട് ഒരു കാര്യമില്ല. മോള് വിരിക്കുന്ന വലയിലൊന്നും സൂര്യൻ വീഴുകയല്ല. കുറച്ചു നാളായല്ലോ ഈ പണി തുടങ്ങിയിട്ട്. വേണ്ട. അല്ല, സൂര്യൻ ഇത്തിരി പ്രായക്കൂടുതലുണ്ടെന്ന് കരുതി കാണാൻ ഇപ്പോഴും നല്ല ചന്തമല്ലേ എന്നെ പോലെ? തമാശ പറഞ്ഞതിന് ഒരു അതിര് വേണം. ഒരു പുണ്യാളത്തി. ഈ പെങ്കൊച്ചുങ്ങളുടെ മനസ്സൊക്കെ എനിക്കറിയാമടി. നീ ഇങ്ങനെ മനുഷ്യനെ മയക്കുന്ന വേഷമൊക്കെ വായിച്ചിട്ട് ഇവിടെ ഇങ്ങനെ നിറഞ്ഞുന്ന എന്തിനാന്ന് എനിക്കറിയാം. പക്ഷെ മോളെ ഇതിനൊക്കെ തന്ത്രം പ്രയോഗിക്കണം. അടവുകൾ പലതാ. ഞാൻ പറഞ്ഞുതരാം. ഏകപട, ത്രിപട, പഞ്ചപട, ഷട്ടെട്ടുപട. ഉദാഹരണത്തിന് മോളും സൂര്യനും ഇങ്ങനെ അടുത്ത് നിന്ന് സംസാരിക്കും. ഇങ്ങനെ വേണ്ട, അത്ര മുട്ടിക്കണ്ട. ഇങ്ങനെ വന്നാൽ പെട്ടെന്ന് മോക്കൊരു തലചുറ്റൽ വരും. എന്ത് വരുന്നു? ഒരു തലകറക്കം വരുന്നെന്ന്. എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഒന്ന് വലിച്ചു നിട്ടാതെ വേഗം പറഞ്ഞതാ. പറഞ്ഞുതരാ. സൂര്യൻ മോളെ താങ്ങിയെടുത്ത് അകത്ത് കൊണ്ടുപോയി ശുശ്രൂഷിക്കുന്നു. ആ ശുശ്രൂഷ സ്നേഹമായി മാറുന്നു. അത് പ്രേമമായി വളരുന്നു. പിന്നെ ഊട്ടി പൂട്ടി തേക്കടി പോക്കടി സരിഗമ പതനി സത്ത. മന്ത്രി ഇപ്പൊ വരും. കൊച്ചിനെ കൊണ്ടുപോകാനാണ്. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ തേവലക്കാരൻ ഇങ്ങോട്ട് എഴുന്നള്ളുന്നെന്ന്. എന്നാ ഇന്ന് ശവപ്പെട്ടി കച്ചവടക്കാർക്ക് പോടാ. അതെന്താ? കാറിലല്ലേ യാത്ര. വരുന്ന വഴി നിരത്തി കൊല്ലി ഒരു 16 എണ്ണത്തിനെങ്കിലും. അപ്പന് വായുകൂടിയ മേടിക്കാൻ പോകുന്ന പോലെ ഇവന്റെ ഒക്കെ റോഡ് യാത്ര. ഈ വരുന്ന മന്ത്രി തേവലക്കാരനാണെങ്കിൽ ഒന്നുറപ്പാ. 16-ാം പക്കം 16 എണ്ണത്തിന്റെ 16 അടിയന്തരം. തേവലക്കാരൻ സാറിനോട് അപ്പാപ്പന് മുൻവൈരാഗ്യം വല്ലതും ഉണ്ട്? വൈരാഗ്യമല്ല മോളെ, പക. എന്റെ കൂരയിൽ ഒളിവിലിരുന്ന് ചോറ് തിന്നവനാ. എന്റെ ഉരിയേരി കഞ്ഞി കുടിച്ചവനായി തേവലക്കാരനും വെച്ച് വിളമ്പി കൊടുക്കുമ്പോ താഴെച്ചട്ടിയിലെ അവസാന വറ്റ് പച്ചവെള്ളം ഒഴിച്ചു കുടിച്ച്
വിശപ്പിനെ കളിയാക്കി ഒരു മോളുണ്ടായിരുന്നു എനിക്ക്. എന്റെ പൊന്നുമോള് സലോമി. തേവലക്കാരൻ അവള് കൊടുത്തത് അത്താഴക്കഞ്ഞിയുടെ പങ്ക് മാത്രമല്ല, ഹൃദയത്തിന്റെ പങ്കും കൊടുത്തു. എന്റെ കർത്താവിനെ 3 വട്ടമേ തള്ളിപ്പറഞ്ഞുള്ളൂ. എന്റെ പൊന്നുമോളെ 1000 വട്ടം തള്ളിപ്പറഞ്ഞു തേവലക്കാരൻ. ഒടുവിൽ ഒരു മുഴക്കയറിൽ എന്റെ പൊന്നുമോള് ജീവനൊടുക്കി. ചരിത്രരേഖയിലില്ലാത്ത രക്തസാക്ഷി. ഞാൻ കരുതി മറന്നുപോയി കാണും. തേവലക്കാരൻ മൂട് മറക്കത്തില്ല അല്ലേ കേശവൻകുട്ടി? സൂര്യനാരായണന്റെ കക്ഷിയാ. പണ്ട് വിപ്ലവം വിളിച്ച് നടന്നിരുന്ന കാലത്ത് ഞങ്ങളെയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതെ, ഇപ്പോഴെന്ത് ചെയ്യുന്നു? ഇപ്പോ ഞാനിവിടെ ചുമ്മാ നിൽക്കുക. അതായിക്കട്ടെ, ഞങ്ങളുടെ ഭരണത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ഗംഭീര അഭിപ്രായം. ശ്വസിക്കാൻ ഇഷ്ടം പോലെ വായു. വെളുത്തവാവിന്റെ അന്ന് രാത്രി പുറത്തോട്ട് നോക്കിയാൽ പകല് പോലെ വിളിച്ചു. പക്ഷെ ഒന്നെല്ലാവരും ഓർത്തോ, ഉപ്പ് തിന്നുന്നോ വെള്ളം കുടിക്കും. സൂര്യനാരായണന് വലിയ സന്തോഷമായിരിക്കും ഈ വാർത്ത. ആയിരിക്കണം, ആവണം. ഈ കൊച്ചു ചൂണ്ടയിൽ കുരുങ്ങി വീണാൽ മാത്രമേ അവനെ നമുക്ക് മെരുക്കാനാവൂ. അന്ന് പ്രസംഗിച്ചത് കേട്ടോ, ഒന്നും മറന്നിട്ടില്ല. മറക്കാൻ പറ്റുന്ന തെറ്റാണോ വക്കച്ച താൻ ചെയ്തത്? അല്ല, ആരൊക്കെയാണിത്? സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രിയും പാർട്ടി ചെയർമാനും എന്റെ ഈ കുടിലേക്ക്. ഈ മന്ത്രി പദമൊന്നും ഞാൻ സ്വപ്നം കണ്ടതല്ല സൂര്യൻ. എത്ര നിർബന്ധിച്ചതിന് ശേഷമാണെന്നോ ഈ സ്ഥാനമൊക്കെ തേവലക്കാരെ സംബന്ധിച്ചത്? വക്കച്ചൻ ആഭ്യന്തരമന്ത്രിയാവുന്ന എനിക്ക് പണ്ടേ അറിയാമായിരുന്നു. തീർച്ചയായും തനക്ക് 25,000 രൂപ വരെയുള്ള ഒരു ക്രിമിനലിനെ പോലീസിന് ഒറ്റുകൊടുത്ത് അവരുടെ അഭിമാനം കാത്തു സൂക്ഷിച്ച മഹാനല്ലവാൻ. അന്നേ എനിക്കറിയാമായിരുന്നു ക്രമസമാധാനം തന്റെ കൈകളിൽ ഭദ്രമായിരിക്കുമെന്ന്. സൂര്യൻ, ഞാൻ കേട്ടിട്ടുണ്ട് സൂര്യന്റെ വാക്കുകൾ ചാട്ടുളികളാണ്. അത് കൊള്ളേണ്ടടത്ത് കൊള്ളും. ഞാൻ കഴിഞ്ഞതെല്ലാം മറക്കണം. ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. എല്ലാം മറക്കാനും പൊറുക്കാനും കഴിയുക എന്നതാണ് മഹത്വം. ആ മഹത്വം സൂര്യനാരായണൻ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പിന്നെ ആരാ തെറ്റ് ചെയ്യാത്തത്? മഹാത്മാഗാന്ധി പോലും ചെയ്തിട്ടില്ലേ? മഹാത്മാഗാന്ധി ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നു. അതെന്തെങ്കിലും ആട്ടെ, ഞാൻ ആലോചിക്കുകയാണ്, അന്ധമായ പക മനസ്സിൽ കുത്തിത്തിരി ഒരു ആയുസ് കളയുന്നതിനാണ്. നമ്മളെപ്പോലുള്ള വലിയ മനുഷ്യർക്ക് ഏതു നേരവും മാറിയിടാൻ ഇഷ്ടം പോലെ വർണ്ണങ്ങളുള്ള കുപ്പായങ്ങളുള്ളപ്പോൾ പ്രത്യേകിച്ചും ഉടുത്ത നാരത് പിന്നെയും ശരീരത്തെ ചുറ്റി കുഷ്ഠം പിടിപ്പിക്കണോ? മാത്രമല്ല, എന്നെപ്പോലെയുള്ള ഒരു പത്രക്കാരന് നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ സഹായം ഏത് നിമിഷവും ആവശ്യമാണെങ്കിലോ ഞാൻ തന്റെ മുമ്പിൽ തീരെ ചെറുതായി പോകുന്നു. ഒരു കടുക് മണിയോ അതിനും ചെറുതില്ലായിരിക്കും. ഇല്ല, ഉണ്ടോ കേശവൻകുട്ടി? വേണ്ട, അത്രയും ചെറുതാകണ്ട. ചെറിയവരെ എനിക്ക് ഭയമാണ്. ചെറിയവനായ വാമനൻ മഹാബലിയെ ചവിട്ടി അണ്ടർഗ്രൗണ്ടിലാക്കിയ കഥയറിയില്ലേ? ഞങ്ങൾ വന്നത് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ്. ഈ വർഷത്തെ ഏറ്റവും നല്ല പത്രപ്രവർത്തനത്തിനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അവാർഡ് മുഖപത്രത്തിന് നൽകാൻ സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിക്കുവാൻ പോകുന്നു. ഞാനും കേശവൻകുട്ടിയോട് ശരിക്കൊന്ന് കളിച്ചു. അപ്പോ നിങ്ങൾ വിചാരിച്ചാൽ ഈ രാജ്യത്ത് പലതും നടക്കും. സംശയമുണ്ടോ? എന്റെയും കേശവൻകുട്ടിയുടെ ഐക്യമാണ് പാർട്ടിയുടെ ബലം. ആ ബലമാണല്ലോ ഗവൺമെന്റിന്റെ ശക്തി. വെരി ഗുഡ്. നിങ്ങൾ തമ്മിൽ ഒരിക്കലും പിണങ്ങാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അവാർഡ് നാളെ പ്രഖ്യാപിക്കണം. ക്ഷമിക്കണം, എനിക്ക് ആ അവാർഡ് ആവശ്യമില്ല. വേണ്ട വക്കച്ച, പട്ടും വളയും കൊടുത്ത് സ്തുതിപാഠകരെ കൊണ്ട് കള്ളക്കഥ പാടിച്ച് ചരിത്രം എഴുതിച്ച് നാടുവാണ രാജപ്രമുഖർ നാട് വിട്ട് ഓടിപ്പോയി. നഗ്നനായ രാജാവിന്റെ കാഴ്ചപ്പറിക്ക് മുന്നിൽ വന്നു നിന്ന് താണു വണങ്ങി ഇല്ലാത്ത ഉടുവസ്ത്രം മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞ വിദ്യാവാനും ഞാനില്ല. വാ മൂടിക്കെട്ടാൻ വെള്ളിത്താളത്തിൽ വെച്ച് കിട്ടുന്ന ഈ കൈക്കൂലി എനിക്ക് വേണ്ടതോ? ഇന്ത്യയിലെ എല്ലാ പത്രക്കാരും സ്വപ്നം കാണുന്ന ഒന്നാണ് കയ്യിൽ വെച്ച് നീട്ടിയ മഹാലക്ഷ്മിയെ താറ്റിത്തെറിപ്പിച്ച് കളയണോ? പറയാനുള്ളത് മുഴുവൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി വക്കച്ചന് പോകാം. വക്കച്ച, ഇനി എനിക്ക് അവാർഡുകളുമായി വക്കച്ചൻ വരരുത്. പണ്ടേ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അവാർഡ് വക്കച്ചൻ എനിക്ക് തന്നതല്ലേ. ഇനി വേണ്ട വക്കച്ച. അവരുമായി ചങ്ങാത്തത്തിലായോ?
നീയും ഞാനും എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഇന്ന് രാഷ്ട്രീയക്കാരാണ്. നീയും ഞാനും ചലിക്കുന്നത്, ലോകം കറങ്ങുന്നത്, ദൈവം ചിരിക്കുന്നത്. യെസ്, അത് അവർ പറഞ്ഞിട്ടാണ്. നമ്മുടെ പൊളിറ്റിക്കൽ ഫീൽഡ് ഇത്ര വൃത്തിഹീനമായത് എന്തുകൊണ്ടാണ് ജി? പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ എന്തോ ഒന്നാണെന്നാണ് നിന്റെ വിചാരം. അല്ല വൃന്ദ. ഫോർ ദി ക്രിമിനൽസ്, ബൈ ദി ക്രിമിനൽസ്, ഓഫ് ദി ക്രിമിനൽസ്. ദാറ്റ് ഈസ് പൊളിറ്റിക്സ്. പൊളിറ്റീഷ്യന്മാരും ക്രിമിനൽസും ബിസിനസ്സുകാരും ചേർന്ന് നടത്തുന്ന മാന്യമായ പകൽ കൊള്ളയാണ് ഇന്ത്യൻ ജനാധിപത്യം. സൂര്യനാരായണന്റെ വാ മൂടിക്കെട്ടാൻ തേവലക്കാടൻ ആവിഷ്കരിച്ച തന്ത്രമായിരുന്നു ആ അവാർഡ്. ഉപകാരത്തിന്റെ മേൽച്ചട്ടി അണിഞ്ഞ് മനോഹരമാക്കിയ വിഷപ്പാമ്പാണ് ആ ഉപഹാരം. തേവലക്കാടനെ എനിക്കറിയില്ലേ? വർഷങ്ങൾക്ക് മുൻപ് ഒരേ പാത്രത്തിൽ ഉണ്ണുകയും ഒന്നിച്ചുറങ്ങുകയും ചെയ്തു ഞാനും തേവലക്കാടനും. തിരുനൽകുന്നിലും കാവും പാലും വിപ്ലവത്തിന്റെ പനി പിടിച്ച് ജന്മികളുടെ തരകൊയ്തത് ഞങ്ങൾ ഒന്നിച്ച്. എനിക്ക് കിട്ടിയത് 12 വർഷത്തെ കാരാഗ്രഹവാസം. തേവലക്കാടൻ മക്കച്ചനും ഭരണവും. അല്ല, ഇതൊക്കെ ഇപ്പൊ നിന്നോട് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം അല്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം. കേശവൻകുട്ടിയും തേവലക്കാടനും ഒന്നിച്ചു നിൽക്കുന്നതാണ് അവരുടെ ശക്തി. ഈ 2 രാഷ്ട്രീയ വേറാളങ്ങളെ ഞാൻ പരസ്പരം പിണക്കാൻ പോകുന്നു. എങ്ങനെ? എല്ലാ മനുഷ്യന്റെയും ഉള്ളിന്റെ ഉള്ളിൽ പതുങ്ങിയിരിക്കുന്ന സുന്ദരമായൊരു സ്വപ്നമാണ് അധികാരം. ഒരു ദിവസം മൂവർണ്ണക്കൊടി വാർന്ന സ്റ്റേറ്റ് കാർമേൽ ഇരുന്നാൽ ചന്തയിൽ അധികാര തഴമ്പ് വീഴുമെന്ന് മൊണ്ണകൾ വിശ്വസിക്കുന്നു. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ചെറുതക്കിപ്പട്ടികളുടെ വികാര രംഗമാണ്. മത്തിത്തലയിട്ടാൽ കടിമുടി കുറ്റി വച്ചുവയ്ക്കുന്ന കില്ലപ്പട്ടികൾ തന്നെ ഈ രാഷ്ട്രീയ ശൃംഖങ്ങൾ. സൂര്യനാരായണൻ ഒരു മത്തിത്തല ഈ കളത്തിലേക്ക് എറിയാൻ പോകുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഗ്രൗണ്ടിന് പുറത്തിരുന്ന് ഒരു കളി കളിക്കാൻ പോകുന്നു. എന്തു പറ്റി? തല ചുറ്റും പോലെ. അപ്പൊ ചുറ്റുന്നില്ലല്ലേ? എന്തൊരു തല ചുറ്റില്ല. നീ വീണ്ടും പെത്ര ഇഞ്ചക്ട് ചെയ്തല്ലേ? ഇഞ്ചക്ട് ചെയ്തു. അല്ലാതെ ഈ തലചുറ്റി പോരാ യാതൊരു സാധ്യതയുമില്ല. ശരി, ഞാൻ ഡോക്ടറെ വിളിക്കാം. എന്നാ ഒരു കാര്യം ചെയ്യും, ഇന്നിനി ജോലിയൊന്നും ചെയ്യണ്ട, പോയി കിടന്നോളൂ. എവിടെ? നടക്കാൻ വയ്യ, താങ്ങൂന്ന് അപ്പവും പറഞ്ഞു. അപ്പൊ ഇതാണ് പരിപാടി അല്ലേ? വയസ്സായില്ലേ? മനസ്സ് വയസ്സായിട്ടില്ല. കാര്യം ചെയ്യാം, സങ്കടപ്പെടണ്ട, ഒന്ന് താങ്ങിക്കോ. തെക്കോട്ട് വെച്ച വെടി വടക്കോട്ട് പറഞ്ഞു. തൽക്കാലം ഞാൻ തന്നെ താങ്ങാം. പക്ഷെ മോങ്ങരുത്. എന്നെ താങ്ങണ്ട. വേണ്ടാത്ത നേരത്തെ വലിഞ്ഞ ഒരു വന്നോളൂ. സ്വർഗത്തിലെ കട്ടുറുമ്പ്. കട്ടുറുമ്പോ? ഞാൻ തേനീച്ചയല്ലേ? തേനീച്ച. നിനക്ക് തലചുറ്റിലാണെന്ന് പറഞ്ഞിട്ട് തലചുറ്റിൽ എവിടെ? അമ്മൂമ്മയ്ക്കാ. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞു. എന്റെ അമ്മയെ പറഞ്ഞാലും അമ്മൂമ്മയെ പറയരുത്. ഒരാകപ്പാടെ ജീവിതത്തിൽ തലചുറ്റി വീണ ഒറ്റ പ്രാവശ്യം. അരയ്ക്കുന്ന കുഴവി 2ആയി പൊട്ടിപ്പോയത് സങ്കടം. കുഴവി എങ്ങനെയാ പൊട്ടിയെന്ന് മോക്കറിയാമോ? ഈ അമ്മൂമ്മ എന്റെ അപ്പൂപ്പന്റെ തലയ്ക്ക് കുഴവി കൊണ്ട് അടിച്ചതിന്റെ ആഘാതം. അപ്പൂപ്പന്റെ തലയ്ക്ക് എന്ത് പറ്റിയെന്ന് മോള് ചോദിക്കരുത്. എന്ത് പറ്റി? പാപം, പഞ്ഞി വെക്കാൻ തുള്ളി മൂക്ക് പോലും ബാക്കിയില്ല. ഭാഗ്യവാൻ. ചാകുന്നെങ്കിൽ പെണ്ണും പിള്ളേരെ കൈ കൊണ്ട് ചാകണം, അതും കുഴവി കൊണ്ടടിയായിരുന്നു. അല്ല, നിനക്ക് തലചുറ്റാനും പെട്ടെന്ന് തലചുറ്റലും മാറാനും ഒക്കെ എന്ത് പറ്റി? ഈച്ച പറ്റി. ആവശ്യമില്ലാത്ത ഓരോരോ ബുദ്ധി പിഞ്ചു മനസ്സിന് പറഞ്ഞു തന്നിട്ട് ഞാൻ അത്ര രസത്തിലല്ല. നമുക്ക് കിഴക്കോട്ടൊരു വെടി വെച്ചാലോ? മോനെ സൂര്യ, നിന്നെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. നീ എന്റെ അഭിമാനം കാത്തുരക്ഷിക്കടാ. അങ്ങനെ ഒരു സാധനം അമ്മാവനുണ്ടോ? എനിക്കില്ലേലും നിനക്കുണ്ടല്ലോ. നീ ആ അവാർഡ് ഏറ്റുവാങ്ങാൻ ഇതെത്ര നന്നായിരുന്നു. പണ്ട് എനിക്കും തമിഴ്നാട് അവാർഡ് പരമവീര ചക്രം. നമ്മുടെ വീടിന്റെ ഭാഗത്ത് വരെ ഉരുട്ടിക്കൊണ്ട് വന്നടാ പരമവീര ചക്രം. ഞാൻ പറഞ്ഞു ഒരു ചക്രവും തന്നെ എന്നെ വീഴ്ത്താൻ പറ്റുകയില്ല, തിരിച്ചുരുട്ടാൻ. ഉരുട്ടി. നാട്ടുകാർ കുറെ ഉരുട്ടിയിട്ടുള്ളതായി ഞാനും കേട്ടിട്ടുണ്ട്. അട്ടെ, ഞാനൊരു കാര്യം ഏൽപ്പിച്ചാൽ അമ്മാവൻ ഭംഗിയായിട്ട് ചെയ്യുമോ? ഏൽപ്പിച്ച് നോക്ക്. കൊളവാക്കി തരാന്നല്ലേ? ഭംഗിയായി ചെയ്തു തരാം. അമ്മാവൻ തേവലക്കാടൻ മക്കച്ചന്റെ വിശ്വാസം പിടിച്ചു പറ്റണം. അയ്യോ മോനെ, മക്കച്ചന്റെ വിശ്വാസത്തെ ഞാൻ കയറി പിടിച്ചാൽ അയാളും ഭാര്യയും കൂടെ എന്നെ തല്ലി ശരിയാക്കും. തീർച്ചയായിട്ടും ഈ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകണ്ട. അല്ല, വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തുവാ? വിശ്വാസം എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല. തേവലക്കാടനോട് എന്റെ കുറ്റങ്ങൾ പറഞ്ഞു കേൾപ്പിച്ച് എന്നെ തളയ്ക്കാവുന്ന അയാൾക്ക് വാക്ക് കൊടുക്കണം.
അയാൾ അമ്മാവനെ വിശ്വസിക്കും. ഇല്ലെങ്കിൽ വിശ്വസിപ്പിക്കണം കേട്ടോ. ഏറ്റവും അങ്ങനെ പ്രോത്സാഹിപ്പിക്കേ. ഇനി സമയം കളയുന്നില്ല, ഞാൻ ഇപ്പൊ തന്നെ പോവാ. ഗുഡ് ബൈ. അയ്യോ മോനെ, വിശ്വാസം പിടിച്ചു പറ്റാൻ പോയി അവരെന്റെ ശ്വാസം പിടിച്ചു കളഞ്ഞാൽ എന്റെ ശവം ദഹിപ്പിക്കരുത്. പിന്നെ ചുമ്മാ എവിടെങ്കിലും ഇട്ടേക്കണം. അവിടെ കിടന്ന് ചീയണം, ചീഞ്ഞ് നാറണം. ചത്താനും ഞാൻ ഒരുത്തനെ വെറുതെ വിടുകയല്ല. നാറ്റം കൊണ്ട് ഓടണം, നാറ്റം കൊണ്ട് ഓടണം, നാറ്റം കൊണ്ട് ഓടണം. വരണം കേശവൻകുട്ടി. എന്താ സൂര്യൻ, കുറച്ചു മുമ്പ് ഇവിടുന്ന് പോയതല്ലേ? ഫോൺ കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചു കാണുമെന്നല്ലേ? എന്നല്ല, മുഖവുര കൂടാതെ കാര്യം പറയാം. കേശവൻകുട്ടിക്ക് ആഭ്യന്തരമന്ത്രിയായി കൂടെ? സൂര്യന്റെ തമാശ പറയുകയാണ്. മന്ത്രിരാഹം പറയുന്ന തമാശയാണ്. എനിക്ക് ഈ പാർലമെന്റ് രംഗത്തോടൊന്നും തീരെ താല്പര്യമില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കേശവൻകുട്ടി ക്ഷത്രിയ വംശജനാണ്. ഭരിക്കാൻ പറഞ്ഞവൻ, ഭരിക്കേണ്ടവൻ ഭരിച്ചാലേ ഭരണം നന്നാവും. സേവകൻ ചാട്ടിയെടുത്ത് വീശിയ നാട്ടുകാർ പേടിക്കില്ല. മന്ത്രിയേക്കാൾ വലിയ സ്ഥാനമല്ലേ സൂര്യൻ, പാർട്ടി ചെയർമാൻ? ആയിരിക്കാം, പക്ഷെ ജനങ്ങൾക്ക് വലുത് ഇന്നും മന്ത്രി തന്നെയാണ്. 2ാം ക്ലാസ് മുതൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം ആരാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി എന്നാണ്. പാർട്ടി ചെയർമാൻ ആരാണെന്ന് പാർട്ടി പത്രത്തിൽ സ്റ്റാഫിനെ എടുക്കുമ്പോഴല്ലാതെ വേറെ ഏതെങ്കിലും മരക്കഴുതി ചോദിക്കുമോ? സൂര്യൻ കാര്യമായി തന്നെയാണ് ഈ പറയുന്നത്. അതേന്നാ, കുറെ കാലമായില്ലേ ദേവലക്കാടൻ മക്കച്ചൻ മന്ത്രി കുപ്പായിട്ട് ഷൈൻ ചെയ്യുന്നു. ഈ അധികാരമെന്ന് പറഞ്ഞാൽ ബുദ്ധിയും ധൈര്യവും ഭാഗ്യവും ഒത്തിയർന്നൊരു താക്കോൽ വളയമാണ്. അത് കയ്യിലിട്ട് അമ്മാനമാടി കളിക്കുന്നവനാണ് അധികാരി. ഏത് നിമിഷവും അത് കൈമറിഞ്ഞു പോകാം. കൈമറിഞ്ഞു പോകുന്നതിന് മുമ്പ് നമുക്കത് കൈക്കലാക്കണം. എങ്ങനെ? ദേവലക്കാടനെ ഒതുക്കണം. അത് സാധിക്കില്ല. എന്തുകൊണ്ട്? ചതിക്കാൻ എനിക്കാവില്ല. അതുകൊണ്ട് തന്നെ ദേവലക്കാടൻ ഉപ്പ് ചേർക്കാതെ വഞ്ചിക്കായിരുന്നു മനസ്സിലാക്കാൻ കേശവൻകുട്ടിക്ക് ഇനിയും പാഠങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം മണ്ണാങ്കട്ട. ഈ മിനിസ്ട്രിയിൽ ചീഫ് മിനിസ്റ്ററായി ആദ്യം നിർദ്ദേശിച്ച പേര് കേശവൻകുട്ടിയുടേതായിരുന്നു. എന്നിട്ട് നടന്നില്ല. ഒരു ചെറിയ കളി നടന്നു. കളിച്ചത് ആരാണെന്നറിയാമോ? വക്കച്ചൻ, ദേവലക്കാടൻ വക്കച്ചൻ. തെളിവ് വേണോ? തരാം. നാടിക്കകത്ത് കയറില്ലെന്നറിയാവുന്ന ബുദ്ധി രാക്ഷസനാണ് വക്കച്ചൻ. വഞ്ചനയാണ് പ്രധാന ആയുധം. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ സമയം വൈകിയിരിക്കും. പോയ വസന്തമോർത്ത് മഴക്കാലത്ത് ദുഃഖിച്ചു മാട് തന്നെ ഞാൻ പനി പിടിക്കുക. പനി പിടിച്ചാൽ കേശവപ്പെട്ടി കിടപ്പിലാകുകയെ. പക്ഷെ ചതിക്കെന്ന് പറഞ്ഞ അധികാരം നേടാൻ ക്ഷത്രിയൻ എന്തും ചെയ്യാം. കുരുക്ഷേത്രത്തിൽ തലയും താഴ്ത്തി നിന്ന അർജുനനോട് കൃഷ്ണൻ പറഞ്ഞത് അത് തന്നെയാണ്. കൃഷ്ണൻ പറഞ്ഞത് ഇനിയിപ്പോ കേശവൻകുട്ടിയായിട്ട് തിരുത്തണം. ഞാനതിനെന്താണ് ചെയ്യേണ്ടത്? കേശവൻകുട്ടി ഒന്നും ചെയ്യണ്ട, ഒന്ന് ചുമ്മാ നിന്ന് തന്നാൽ മതി. കേശവൻകുട്ടി ആഭ്യന്തര മന്ത്രിയായി ഈ രാജവീതിയിൽ കിടന്ന് കറങ്ങുന്നത് ഞങ്ങൾക്കൊക്കെ ഒന്ന് കാണണം. എന്നിട്ട് പിന്നെ ചത്താലും വേണ്ടില്ല. കേശവൻകുട്ടി കേട്ടോ? എല്ലാവർക്കും കറക്കമാണല്ലോ. ഇത് എന്ത് അടുത്ത കറക്കം വന്നു. മറ്റേ തലച്ചുറ്റിലൊക്കെ മാറിയോ? ഈ തലച്ചുറ്റൽ ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണല്ലേ? അപ്പൊ ഇനിയും ചുറ്റാൻ സാധ്യത ഉണ്ടെന്ന് അർത്ഥം. ഇനിയും ചുറ്റും. ഇനി തലച്ചുറ്റൽ വരുമ്പോ കുട്ടിയുടെ കാര്യം ചെയ്യണം. ഇതാ ഇങ്ങനെ അമർത്തണം. എങ്ങനെ അമർത്തണം? ഇപ്പൊ കണ്ണും കാണാൻ വയ്യ. ഇതാ ഇങ്ങനെ. എങ്ങനെ അമർത്തണം? സമ്മതിക്കുകയല്ല. ഇതാ ഇങ്ങനെ. ഇപ്പൊ സുഖമുണ്ടോ? ഇപ്പൊ സുഖം പോയല്ലേ? അതാ ഈ തലചുറ്റലിന്റെ ഒരു കുഴപ്പം. അസുഖം കുറെ സീരിയസ് ആയിട്ട്.
യോ എനിക്ക് തെറ്റിയതാ. 3 ആട്ടിൻകുട്ടികളല്ല, 3 ആട്ടിക്കുട്ടിയച്ഛൻ നിര്യാതനായി. കപ്പലന്റെ പിണ്ണാക്ക് റേഷൻ കട വഴി വിതരണം ചെയ്യുന്നു. കുറച്ച് പുളിങ്കുരുപ്പൊടി കൂടെ വിതരണം ചെയ്യേണ്ടതായി. ആത്മഹത്യ ചെയ്യുന്ന യുവതീ യുവാക്കൾക്ക് സർക്കാർ ധനസഹായം നൽകുന്നു. പരലോകത്ത് പോയി സ്വയം തൊഴിൽ കണ്ടെത്താനാകും. അയ്യോ, ആത്മഹത്യ ചെയ്യുന്നവർക്കല്ല, അവരുടെ കുടുംബത്തിനാ. ഒരു തിരുത്തൽവാദി ഇനി വല്ല ഉണ്ടോ തിരുത്താൻ? ഓ, ഇതുപോലൊരു സർവ്വവിജ്ഞാന കോശം ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ ഓർത്തില്ലേ. കോടികൾ അഴിമതി നടത്തിയെന്നാരോപിച്ച് ആഭ്യന്തരമന്ത്രി തേവലക്കാരനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു. എന്നിട്ടിപ്പോ തേവലക്കാരൻ സാറിന്റെ പരിക്കാത്താണല്ലോ അപ്പാപ്പന്റെ സ്ഥിരതാമസം. നീ എന്താ കരുതിയത്? ഞാനെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ജീവന. അതെ, നീ നോക്കിക്കോ, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ എന്നെ നിർത്തി മത്സരിപ്പിച്ചാൽ ഞാൻ ജയിക്കും. ജയിച്ചാൽ കൂട്ടത്തിൽ വിവരമുള്ളവനെന്നുള്ള നിലയ്ക്ക് ഞാൻ മന്ത്രിയാകും. മന്ത്രിയായാൽ ഈ നാട്ടിലെ നിരക്ഷരത തുടച്ചു മാറ്റി വെടിപ്പാകും. അക്ഷരമറിയാത്ത സർവ്വ അലവലാദികളെയും തൂക്കിക്കൊല്ലും. 70 മുതൽ മേപ്പോട്ട് പ്രായമുള്ള എല്ലാവർക്കും ഓരോ ടിപ്പർ ലോറി വിതരണം ചെയ്യും. അരിക്ക് പകരം തറ, മുളകിന് പകരം പറ, പഞ്ചസാരയ്ക്ക് പകരം മല, ഉലുവായ്ക്ക് പകരം വല. എന്തിന് ചിരിക്കുന്നത് പോലും അക്ഷരമാല ക്രമത്തിലായിരിക്കും. ഇല്ല, തീരാറായി. അപ്പൂപ്പന്റെ കാര്യമല്ല ചോദിച്ചത്, എന്റെ കാര്യമാണ് പറഞ്ഞേ. മോളെ, പുതിയൊരാളെ അപ്പൂപ്പൻ പറഞ്ഞു തരാ. വേണ്ട. എനിക്ക് സൂര്യൻ വരുമ്പോ അയ്യോ, ഞാനിവിടെ നിന്നാ പോരാ. പക്കത്തിന്റെ വിശ്വാസം പകുതിയോളം പിടിച്ചു പറ്റി. ബാക്കിയൂടെ പിടിച്ചു പറ്റിയിട്ട് ഞാൻ വേഗം വരാം. ഇരുത്തണ്ട സൂര്യൻ. ഇരിക്കണ്ട. മുഖപത്രത്തിലെ വാർത്ത കൊള്ളാം. സെൻസേഷണൽ ന്യൂസ്. ഇന്ന് പത്രം കുറച്ചേറെ. നിങ്ങളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ അഴിമതി കാണിച്ചാലല്ലേ ഞങ്ങൾ പത്രക്കാരൊന്ന് ജീവിച്ചു പോകും. ദേവരക്കാരൻ പക്കത്തിന് ആരാണെന്ന് സൂര്യനാരായണൻ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. ശരിയാണ്, മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ തലയും വെച്ചുകൊണ്ട് ഇത്രയും നാളും കസറില്ലായിരുന്നു. എന്നായാലും എന്റെ നേരെ പത്തിപ്പെടുത്തി നീ എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. നീ പത്രം തുടങ്ങിയത് തന്നെ എന്തിനാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ പത്രം നടത്തുന്ന പുണ്യം നേടാനാണെന്ന് ആരും പറയില്ല. അതിന് ഗംഗയിൽ പോയി 4 മുങ്ങിയാ പോലെ. പണ്ട് നീ പറഞ്ഞു പത്രം എന്നാൽ ചൊരിതനമാണെന്ന്. അതിനേക്കാൾ വലിയൊരു നായ്ക്കുണ്ണി എന്റെ കയ്യിലുണ്ട്, ട്രേഡ് യൂണിയൻ. ഒരിക്കലും മാറാത്ത ചൊറിച്ചിൽ സൃഷ്ടിക്കുന്ന അത്യുഗ്രൻ സാധനം. അത് ശരി. അപ്പൊ ചൊറിച്ചിലിന്റെ ഏജൻസിയോട് എടുത്തിരിക്കുകയാണല്ലേ? അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. എന്നാൽ അറിഞ്ഞു, തേവരക്കാരൻ നിന്റെ പത്രം പൂട്ടിക്കും. നിന്റെ പത്രത്തിൽ പണിയെടുക്കുന്ന ഞങ്ങളുടെ പാർട്ടിക്കാർ ഇന്ന് മുതൽ അനിശ്ചിതകാലത്തേക്ക് പണിമുടക്ക് പ്രഖ്യാപിക്കുന്നു. അവരുടെ ഡിമാൻഡുകൾ ഞാൻ അംഗീകരിച്ചു കൊടുത്താലോ? ലോകത്ത് ആർക്കും നിറവേറ്റാൻ പറ്റാത്ത 14 ഡിമാൻഡുകൾ. സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എങ്ങനാ സൂര്യ നമ്മളത് ചെയ്തു കൊടുക്കുക? ഐ എം സോറി. ഇനി സമയമുണ്ട് തിരുത്താൻ. പഠിക്കുക, നന്നായി പഠിക്കുക. വകത്തിനല്ലേ മോനെ. കൃഷ്ണൻകുട്ടി, മുഖപത്രത്തിൽ നിങ്ങളുടെ പാർട്ടിക്കാർ പണിമുടക്ക് പ്രഖ്യാപിക്കും? ഇല്ല. അനാവശ്യ ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് പണിമുടക്കാൻ ഞാൻ പാർട്ടി ചെയർമാൻ ആയിരിക്കുന്നിടത്തോളം കാലം ആരെ അനുവദിക്കില്ല. കേശവൻകുട്ടി, വക്കത്തിന് ഇപ്പൊ എന്തോ വേണം? ഞാൻ ഹോം മിനിസ്റ്റർ തേവലക്കാരനാണ്. ഞാൻ പാർട്ടി ചെയർമാൻ കേശവൻകുട്ടിയാണ്. കേശവൻകുട്ടി, നമ്മളെ ആ കളി വേണ്ട വക്കച്ച. ഹോം മിനിസ്റ്റർ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നിലപത്രമാണോ നോക്കിയാൽ മതി. പാർട്ടി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടി ചെയർമാനാണ്. എന്നെ കടത്തി വെട്ടിയാൽ താൻ ഈ പാർട്ടിയിൽ കാണില്ല. താൻ ഈ പത്രക്കാരൻ കുഴിച്ച കുഴിയിൽ വീണു അല്ലേ? ബഹുമാനപ്പെട്ട മന്ത്രി, ഒരു കാര്യം മനസ്സിലാക്കണം. പാർട്ടി ലീഡറോട് കൈ ചൂണ്ടി സംസാരിക്കാൻ പാടില്ല. അതെ, പക്ഷെ പാർട്ടി ലീഡർക്ക് കൈ ചൂണ്ടി സംസാരിക്കാം. കൈ ചൂണ്ടി സംസാരിച്ചാൽ താൻ എന്തോ ചെത്തിക്കളഞ്ഞു. കേശവൻകുട്ടി ആരാണെന്ന് അടുത്ത ആഴ്ച മനസ്സിലാവും. അടുത്ത ആഴ്ച ആഭ്യന്തരമന്ത്രി പദം കേശവൻകുട്ടിക്കായിരിക്കും. അതെ, തലമുണ്ടനം ചെയ്ത് 3 വട്ടം പളനിക്ക് പോകണം. ചുമ്മാതിരിക്കേണ്ട ഹോം മിനിസ്റ്ററെ. കാണാൻ പോകുന്ന പൂരത്തിന് ആമുഖക്കുറിപ്പ് വേണ്ട. പാർട്ടി സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റിയിലെ കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന വല്യപ്പന്മാരെ ഞാൻ വിലക്കെടുക്കും. കെട്ടിക്കാൻ പ്രായമായ പെൺമക്കളുള്ള MLA-മാര് 1ഉം 2ഉം അല്ല, നിയമസഭയിൽ 10-20 പേരുണ്ട്. വരട്ടല്ലേ? ഞങ്ങൾ സൗകര്യം വരെ എവിടെയെങ്കിലും നുള്ളിക്കോളാം. പിന്നല്ലാതെ തന്റെ ഒറ്റ ബലത്തിലാണ് ഞാനീ നിൽക്കുന്നു. ദേവതക്കാരൻ വിചാരിച്ച ഞാൻ വിട്ടുപോലെ വരും. എന്നാ വിശ്വാസമില്ലേ? വിശ്വാസമില്ല, പിന്നെ കടുവയുടെ നേർക്ക് വരെ ഞാൻ നിൽക്കൂ. ഞാൻ ഏറ്റെന്ന കേശവൻകുട്ടി ആഭ്യന്തര മന്ത്രിയായി ഈ രാജവീതിയിൽ കടന്ന് കറങ്ങുന്നത് ഞങ്ങൾക്കൊക്കെ ഇപ്പോഴേ കറക്കം തുടങ്ങി. ഇനി മന്ത്രിയായി കഴിയുമ്പോൾ എന്തൊരു കറക്കമായിരിക്കും.
ചീഫ്, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മതിലിന്റെ പുറത്ത് ഒത്തിരി പയ്യന്മാരിപ്പുണ്ടായിരുന്നു. അവരവിടെ എങ്ങാനും ഇരിക്കട്ടെ. അതിലൊരുത്തൻ എന്നെ ഒരു കണ്ണ് അടച്ചു കാണിച്ചു. ഇതാ ഇങ്ങനെ. സാരമില്ല, അവൻ ഒറ്റക്കണ്ണനായിരിക്കും. അയ്യോ അല്ലല്ല, അവന് 2 കണ്ണും ഉണ്ടായിരുന്നു. ഞാൻ കണ്ടതാ. 2 കണ്ണും ഉണ്ടായിട്ട് അവൻ ഒരു കണ്ണ് മാത്രം അടിച്ചു കാണിച്ചു. എന്താ ചീഫ് അതിന്റെ അർത്ഥം? എന്റെ പൊന്നു കൊച്ചെ, അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ല. അതേ, ഈ സുന്ദരികളായ പെൺകുട്ടികളെ കാണുമ്പോൾ ചെറുപ്പക്കാർക്കുണ്ടാകുന്ന ഒരുതരം അസുഖം, പ്രേമവും മാനിയ എന്ന് പറയും. ചീഫിന് രോഗമുണ്ടോ? എന്നാ ചീപ്പാക്കല്ലേ. ഉണ്ടായിരുന്നു. അസുഖം സീരിയസ് ആയപ്പോൾ ചികിത്സിച്ച് ഭേദമാക്കി. എന്നെ അങ്ങനെ കണ്ണടച്ച് കാണിക്കാൻ ഞാൻ അത്രയ്ക്ക് സുന്ദരിയാ? പിന്നെ ഭയങ്കര സുന്ദരി. അതേന്നാണ്. എന്നെക്കാൾ സുന്ദരിയായിട്ട് വേറെ ആരെങ്കിലും ചീഫ് കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. അതാരാ? എന്റെ ഉണ്ണിമാൻ.